ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് ഒരു ദിവസം എത്തിച്ചേർന്നിരിക്കുകയാണ്. 1.5 വർഷമായിട്ട് കാത്തിരുന്ന എല്ലാ പ്രവാസികളും ആഗ്രഹിക്കുന്ന ഒരു ദിവസം ഞങ്ങൾ നാട്ടിൽ പോവാണ്. വെരി 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 ഹാപ്പി. പക്ഷേ ആകെ ഒരു സങ്കടം, ഒരൊറ്റ ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. ഒരു 10 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. സോ എന്തായാലും ഞാൻ എന്താ എയർപോർട്ട് ഔട്ട്ഫിറ്റ് ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആക്ച്വലി അരൂട്ടൻ്റെ ഒരു ഫ്രണ്ടാ വരുന്നതെന്ന് എന്നോട് പറഞ്ഞേക്കുന്നത്, ഞങ്ങളെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് നല്ല മഴയുണ്ട്. സോ ഉച്ചയ്ക്ക് എനിക്ക് ആക്ച്വലി ആങ്സൈറ്റി വരുന്നത്. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകുമ്പോഴൊക്കെ ആങ്സൈറ്റി വരും. 2:15 ഫ്ലൈറ്റ് ഉച്ചയ്ക്ക്. പക്ഷെ ഞാനിപ്പോൾ ഇവിടുന്ന് രാവിലെ ഒരു 8 മണിക്ക് തന്നെ ഇറങ്ങുവാണ്. കാരണം എനിക്ക് എയർപോർട്ടിൽ നേരത്തെ ചെന്നിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവുമോ, അങ്ങനത്തെ കുറേ ടെൻഷൻ. അപ്പം അതുകൊണ്ട് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഞങ്ങൾ നേരത്തെ പോവാണ്. അപ്പം ഇനിയിപ്പം UK കുറച്ച് നാളത്തേക്ക് ഇവിടെ പറഞ്ഞിട്ട് ഐ എം സോ ഹാപ്പി. ഐ എം ഗോയിങ് ടു സീ മൈ പാരൻസ്, ഹിസ് പാരൻസ്, ഓൾ മൈ ഫാമിലി. വെരി ഹാപ്പി. അപ്പോൾ എന്തായാലും ഞങ്ങൾ പാക്ക് ചെയ്തു. ഇനിയിപ്പം വീടൊക്കെ അടച്ച് ഇറങ്ങുവാണ്. അപ്പം എന്തായാലും ഇനിയിപ്പം ഈ ഒരു വീഡിയോയിൽ ഫുള്ള് ട്രാവൽ വിശേഷങ്ങളായിരിക്കും. ഞാൻ ബ്രിട്ടീഷ് എയർവേസിനാണ് പോകുന്നത്. എനിക്കൊന്ന് UK ആദ്യം വന്നപ്പോഴാണ് ഞാൻ ബ്രിട്ടീഷ് എയർവേസിൽ യാത്ര ചെയ്തത്. സോ പിന്നെ ഞാൻ ബ്രിട്ടീഷ് എയർവേസിൽ പോയിട്ടേ ഇല്ല. സോ അങ്ങനെ ഞാൻ കുറേ പറയുന്നുണ്ട്, ഇഗ്നോർ ഇറ്റ്. അപ്പം എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ 10 മണിക്കൂർ ഫ്ലൈറ്റ് അല്ലേ, അപ്പം എനിക്ക് നല്ല ബോറടിക്കും. അപ്പം ഞാൻ കീപ്പ് ഓൺ വ്ളോഗിങ് ആയിരിക്കും അവിടെ ചെല്ലും. ഞങ്ങൾ ബാംഗ്ലൂരാണ് ഇറങ്ങുന്നത്. അപ്പോൾ ബാംഗ്ലൂർ അവിടെ ചെന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട്, കാരണം ഞാൻ ഓരോരുത്തരും പരിചയപ്പെടുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അതുപോലെ ഞാനൊരു 3-4 വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. സോ ഈവൻ ബോത്ത് ഓഫ് us were there. അപ്പം ഞങ്ങൾക്ക് ബാംഗ്ലൂരുമായിട്ടൊരു നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ ഇറങ്ങിയ ദിവസം ചില്ല് ചെയ്തിട്ടായിരിക്കും കണ്ണൂർ പോകുന്നത്. സോ എൻ്റെ പേരൻസ് ഒക്കെ അവിടെ വരും. അപ്പോൾ എല്ലാവർക്കും ഒരു സർപ്രൈസാണ്. ഞാനുള്ള കാര്യം ആർക്കും അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു സർപ്രൈസാണ്. ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് കൈ നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ. സോ ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ കാർ കണ്ടു. അരൂട്ടം പറഞ്ഞതാണ് ഞങ്ങളുടെ ഫ്രണ്ട് അല്ല വരുന്നത്. ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചു, പക്ഷേ അതൊരു സർപ്രൈസ് ആയിരുന്നു എനിക്ക്. ഞാനിപ്പോൾ ജസ്റ്റ് അവൻ്റെ കാർ കണ്ടു. സോ ഓക്കെ. സോ എന്തായാലും പോകുന്ന വഴിക്ക് ബാക്കി വിശേഷം കാണാം. ഓക്കെ. സോ വെൽക്കം ടു മൈ ട്രാവൽ ബ്ലോഗ്, നാട്ടിലോട്ടുള്ള ട്രാവൽ ബ്ലോഗ്. അങ്ങനെ ഞങ്ങളിതാ പെട്ടിയൊക്കെ എല്ലാം സെറ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന അച്ചപ്പം, അപ്പം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് പോകുന്ന വഴിക്ക് തിന്നാൻ വേണ്ടി. സോ പെട്ടിയൊക്കെ സെറ്റാക്കി ധാരൂട്ടൻ ഫ്രണ്ട് വണ്ടി വളച്ചിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അപ്പം പെട്ടിയൊക്കെ കയറ്റി വെച്ച് പോയിട്ട് വരാം. നമുക്ക് വലിയൊരു പണി കിട്ടി. പെട്ടി നമ്മളിപ്പം ഓട്ടോമാറ്റിക്കലി കയറ്റി വിടുന്നത്. നമുക്കിപ്പം അവിടുത്തെ ഡെസ്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറ്റി വിടുമ്പോൾ നമുക്ക് വെയിറ്റ് എക്സ്ട്രാ ഒട്ടും പറ്റത്തില്ല. 24 കിലോയാണ് നമുക്ക് കയറ്റി വിടാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാഗ് എടുത്ത് തുറന്ന് അപ്പുറത്തോട്ട് വെച്ചു ഇപ്പുറത്തോട്ട് വെച്ചു, ആകെ കുറേ സമയം വേസ്റ്റ് ചെയ്ത്. ഇപ്പോൾ നമ്മൾ ചെക്ക് ഇൻ കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടറിയണം. സോ ഇതൊക്കെയാണ് എനിക്ക് ടെൻഷൻ തരുന്ന കാര്യങ്ങൾ. ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ തരുന്ന കാര്യങ്ങളൊക്കെ. കയറി പോവുക, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഉള്ളത്. സോ ഇനി സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് കാണാം. അരൂട്ടനും എൻ്റെ കള്ള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉലകം തിരിയാത്ത പോലെയാണ്. അരൂട്ടൻ ഓടി നടന്ന് കുപ്പി മേടിക്കുന്നുണ്ട്. ഞങ്ങൾ സെക്യൂരിറ്റിയുടെ അവിടെ വേസ്റ്റ് ചെയ്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം സമയം വേസ്റ്റ് ചെയ്തു. ഇനിയിപ്പം എന്നാലും 2 മണിക്കൂറുണ്ട് ഫ്ലൈറ്റിന്. ഇതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നേരത്തെ വരണം എന്ന്. കാരണം എനിക്കിതൊക്കെ ഭയങ്കര ആങ്സൈറ്റി ഉള്ളൊരു കാര്യമാണ്. അപ്പം നേരത്തെ വന്നു. കുറച്ച് ഡിലേ ആയി. ആക്ച്വലി ഞങ്ങൾ ഒരു 1/2 മണിക്കൂറോളം ഞങ്ങളവിടെ ഡിലേ ആയിരുന്നാലും ടൈമുണ്ട്, ഇഷ്ടം പോലെ ടൈമുണ്ട്. സോ ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞാൽ അതിൽ ഭക്ഷണം കഴിക്കണം. നല്ല വിശക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ലഞ്ചിൻ്റെ ടൈമായി. എന്തായാലും ഇനിയിപ്പം എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വേണം ഇനി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്.
and we are boarding. അങ്ങനെ ഞങ്ങൾ ഫൈനലി ബാംഗ്ലൂർ എത്തി. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും എത്തിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് വരുന്നില്ല. UK വിട്ട് നാട്ടിലെത്തി. എല്ലാം ഇങ്ങനെ പെട്ടെന്ന് ശടപടേ നായ പോലെയുണ്ട്. ഇനിയിപ്പം ബാഗേജ് കളക്ട് ചെയ്യണം. അതിന് മുന്നേ വീണ്ടും കുപ്പി കണ്ടിട്ട് പോയേക്കുവാണ്. പക്ഷെ നമ്മുടെ അവിടെയാണ് പൈസ കുറവ്. ഇവിടെ നല്ല റേറ്റ് കൂടുതലാണ് ഭയങ്കരമായിട്ട്. സോ ഇനിയിപ്പം നല്ല അത്യാവശ്യം ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് വേണം ബാക്കി ഇന്നത്തെ പരിപാടികളോട്ട് കിടക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ പുറത്ത് ഞങ്ങളുടെ ഫ്രണ്ട്, ഞങ്ങളുടെ അരുട്ടിൻ്റെ ചങ്ക് ശരത്തേട്ടൻ നിൽപ്പുണ്ടായിരിക്കും. അരുട്ടിൻ്റെ ബെസ്റ്റസ്റ്റ്. അപ്പം ശരത്തേട്ടനായിരിക്കും പിക്ക് ചെയ്യാൻ. ഓൾറെഡി എത്തിയിട്ടുണ്ടായിരിക്കും. എൻ്റെ കണ്ണൊക്കെ ചുമന്നിട്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം പുറത്തെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ഞങ്ങൾ നേരെ പോയത് ഫിൽറ്റർ കോഫിയിൽ പോയി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. അവിടെ ചെന്ന് ഇഡ്ഡലിയും നല്ല ടൊമാറ്റോ ചട്നിയൊക്കെ കഴിച്ച് ഇനി നല്ലൊരു ഉറക്കത്തിൻ്റെ കുറവുണ്ട്. അപ്പം റൂമിൽ പോയി നല്ലപോലെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് ബാക്കി ബാംഗ്ലൂരത്തെ വിശേഷം കാണാം. അപ്പം ടാറ്റ ബൈ ബൈ.